ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ളിലെ ജീവിതം നോവൽ തുടരുന്നു. ഹാപ്പി ക്രിസ്മസ്. എന്താ മോളെ അവനിങ്ങനെ താമസിക്കണത്? ഗോമതിയമ്മ ചോദിച്ചു. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയിട്ടുണ്ടാകും അമ്മേ. എന്നാൽ നിങ്ങൾ ഇനി ഉടനെ ഏട്ടനെ കാത്തു നിൽക്കണ്ട. ഞാൻ പറഞ്ഞോളാം കരുണേട്ടൻ വരുമ്പോൾ. അത് പറയുമ്പോൾ കാർത്തിയുടെ സ്വരം ഇടറിയിരുന്നു. മ്ലാനമായ മുഖത്തോടെയാണ് അവർ യാത്ര പറഞ്ഞിറങ്ങിയത്. കാറിനാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. വണ്ടിയിലേക്ക് കയറുമ്പോഴും ഗോമതിയമ്മ ചോദിച്ചു, പോരുന്നോ മോളെ? അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുമോ എന്ന് കാർത്തി ഭയന്നു. ഹരിയേട്ടനും വളരെ വിഷമത്തിലാണെന്ന് കാർത്തിക്ക് മനസ്സിലായി. അവർ കയറിയ കാർ കണ്ണിൽ നിന്ന് മറയുവോളം അവൾ ഗേറ്റിങ്കിൽ നോക്കി നിന്നു. പിന്നെ വീട്ടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. റൂമിലെത്തിയ ഉടൻ കിടക്കയിലേക്ക് വീഴുകയായിരുന്നു. അവിടെ കിടന്നവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. കുറേ കരഞ്ഞപ്പോൾ അമ്മയുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. തുടരും ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.